ഇംഗ്ലീഷ് അക്കാദമി ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ തുടരുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കാഞ്ചിയാർ പള്ളിക്കവലയിലാണ്. കാഞ്ചിയാർ പള്ളിക്കവലയിലെ ബസ് സ്റ്റോപ്പിൽ 1-2 പേരുണ്ട്. നമുക്ക് അവരുടെ വോട്ട് ആർക്കാണ് വിനിയോഗിക്കുന്നത് നമുക്കൊന്ന് ചോദിക്കാം. ചേച്ചി, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ചെയ്യണം. ഓക്കെ, ഇത്തവണ ആര് വിജയിച്ച് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇടുക്കിയിൽ? അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? എന്തിനാ വോട്ട് ചെയ്യുന്നത്? അതാണ് ചോദ്യം അല്ലേ? എന്തിനാ വോട്ട് ചെയ്യുന്നത്? അവന്മാർ പരിശോധിക്കില്ല, നമുക്കല്ല പ്രയോജനമുള്ളൂ. ഒരു പ്രയോജനമില്ല. പോടെ കാണുന്ന സാറ് വിളിക്കുന്നത് വോട്ട് ചെയ്യും. അത് പൗരാവകാശമായിട്ട് ചെയ്യുന്നത്. നമ്മുടെ വികാരം ഇതാണ്. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിക്കുന്നു വരണമെന്ന് ആഗ്രഹം? ജോയിസ് ജോർജ് വരണം എന്നുള്ളതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? പുള്ളിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അമ്മച്ചി ഇത്തവണ വോട്ട് ചെയ്യണ്ട? അമ്മച്ചി ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? അതൊന്നും പറയാൻ പറ്റിയില്ല. ഇടുക്കി ഇത്തവണ ആർക്കൊപ്പം ആയിരിക്കും? അതൊന്നും പറയാൻ പറ്റില്ല സാറേ. അമ്മച്ചി ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? അറിയില്ല. ചേച്ചി ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് വെച്ചാൽ ആഗ്രഹം? ആര് ജയിച്ചാലും കുഴപ്പമില്ല. അതൊരു കാഴ്ചപ്പാടാണ്. അത്രേ ഉള്ളൂ. അച്ഛനുണ്ടോ? അപ്പച്ചനോട് വയ്ക്കാം. പച്ചാ, ഇത്തവണ വോട്ട് ചെയ്യണ്ട പച്ചാ? ഇടുക്കിയിൽ ഇപ്പൊ ആര് ജയിച്ചു വരണമെന്നുള്ള ആഗ്രഹം? പറയാനൊക്കെയല്ല. ഓക്കെ, എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഇത്തവണ ആര് ജയിക്കും ഇത്തവണ ഇടുക്കിയിൽ? അറിയത്തില്ല. ഓക്കെ, വോട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ട ചേട്ടാ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാ ചേട്ടൻ്റെ ആഗ്രഹം? ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരും ജയിക്കണമെന്നില്ല. അത് നാടിനെ പ്രയോജനം ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അവർ ജയിക്കണം. ഓക്കെ ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? ഇപ്പം എന്നാ പറയുന്നേ, ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓരോന്ന്, അതിൻ്റെ ബാക്കിയാണ്. അപ്പം ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇടുക്കി ആര് ജയിക്കണം എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്? വളരെ കണ്ടീഷൻ വെച്ചാണ് ഇപ്പം ചെയ്തിരിക്കുന്ന വെച്ചാൽ ബാക്കിയൊന്നും പറയുന്നില്ല. അത്രയ്ക്കും പറയാനുണ്ടോ നമുക്ക് അല്ലേ? ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇരിക്കുകയല്ലേ, കേരളം ആർക്കൊപ്പം സംസാരിക്കണം. ഓക്കെ, അതാ ശരി, നമുക്ക് കേരളം ആർക്കൊപ്പം സംസാരിക്കാം. ആർക്കൊക്കെ ആയിരിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കേരളം മുഴുവൻ നടക്കുന്ന ആൾക്കാരല്ല. അതെ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കേരളം ഇപ്പം നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന തോന്നുന്നു. അതല്ലേ? അങ്ങനെ പറയാനുള്ള കാരണം പൊതുജനങ്ങൾക്ക് എപ്പോഴും വികസന പ്രവർത്തനങ്ങളിലാണ് താല്പര്യം. പണ്ടത്തെ അനുസരിച്ച് രാഷ്ട്രീയമായിട്ട് ഈ ചിഹ്നത്തിന് മാത്രം കൊടുത്തുന്ന ഒരു ജനങ്ങളിൽ നിന്ന് കുറച്ചും കൂടെ ഡെവലപ്പായെന്ന് തോന്നുന്നു. അപ്പം പൊതുവായിട്ടൊരു വികസന പ്രവർത്തനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. മുമ്പ് ഇരുന്ന MP എന്ത് ചെയ്തു, ഇപ്പോൾ ഇരിക്കുന്ന MP എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമല്ലായിരിക്കും ഈ പ്രാവശ്യം. വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജോയിസ് ജോർജ് കൊള്ളായിരുന്നു, പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യം കൊള്ളായിരുന്നു. രാഹുൽ തരംഗം വന്നപ്പം ഈ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. ഈ പ്രാവശ്യം ജനങ്ങൾ രണ്ടുപേരെയും ഏത് തരത്തിൽ കാണുന്നു ജൂൺ 4-ാം തീയതി പറയാൻ പറ്റും. ഇടുക്കി ആര് ജയിച്ചു വരണം? തമിഴ്നാട് വോട്ടേ ഇല്ല. തമിഴ്നാട് വോട്ടില്ലേ? അവിടെ പോയി ആര് ജയിച്ചു വരണം എന്നുള്ള ആഗ്രഹം? സ്റ്റാലിനെ ജയിച്ചു വരണം എന്നുള്ള. ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? അറിയത്തില്ല. സാറേ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് സാർ ആഗ്രഹം? വികസനങ്ങളുള്ള ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഫണ്ട് വിനിയോഗിക്കാൻ അറിയാവുന്ന, പാർലമെൻറ്റിൽ സംസാരിക്കാൻ അറിയുന്ന അങ്ങനെയുള്ള വ്യക്തികൾ ജയിച്ചു വരണം എന്നുള്ളതാണ്. ചേട്ടൻ്റെ വോട്ട്? എൻ്റെ വോട്ട് എൻ്റെ വ്യക്തിപരമാണ്, അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഹലോ. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? ഇടുക്കിയിൽ സത്യത്തിൽ ഞാൻ ഒരു ഗവൺമെൻറ് ജീവനക്കാരനാണ്. എനിക്ക് പോളിംഗ് ഡ്യൂട്ടി വരെ ഉള്ള ആളാണ്. അപ്പം ഞാനതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത് വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ശരിക്കും ജനങ്ങളെ അറിയുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാൾ വരണം. ഇതാണ് ആഗ്രഹം. അതേ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നായിട്ട് ആഗ്രഹം? ഇടുക്കി ആര് ജയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജോയിസ് ജോർജ് തന്നെ ജയിക്കും. ഓക്കെ ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? അതെ, ഈ ചേട്ടനാണോ? ഓക്കെ ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരും എന്നുള്ളതാണ്. ആര് ജയിച്ചിട്ടോ? ഇലക്ഷൻ കഴിയട്ടെ. ഇതുവരെയുള്ള ഒരു കാഴ്ചപ്പാടുകളൊക്കെ വെച്ച് ഇതുവരെയുള്ള കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഇപ്പം നിലവിലുള്ള MP ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് സാറിന് കാണാറുണ്ട്. ഈ കാഞ്ഞാർ പഞ്ചായത്തിൽ വന്നതായിട്ട് എൻ്റെ ഓർമ്മയില്ല. ഇനി ബാക്കി കാര്യങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കറിയാലോ. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇലക്ഷൻ കഴിഞ്ഞാൽ പറയാനേ പറ്റത്തുള്ളൂ. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ജോയിസ് പറഞ്ഞാൽ അങ്ങനെ പറയാനുള്ള കാരണം? കഴിഞ്ഞ MP എന്ന് പറഞ്ഞാൽ നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ സമയത്ത് ഇതിലൊന്ന് പോയതാണ്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തിലും ഇവിടെയൊന്നും ഒരു പരിപാടിയും ചെയ്തിട്ടും ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടും ഇല്ല.
ജോസ് ജോർജ് എം പി ആയിരുന്നപ്പോൾ വരാറുണ്ട്. ജോയിസ് ജോർജ് MP വരുന്നുണ്ടായിരുന്നു, കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും നല്ല മുൻപന്തിയിലുണ്ടായിരുന്നു. ഇപ്പം ജോയിസ് ജോർജ് തന്നെ ജയിക്കും. ചേട്ടാ ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? അറിയത്തില്ല. എന്നാലും ഇവിടുത്തെ പറഞ്ഞു കേൾക്കുന്നൊക്കെ എങ്ങനെയാ അഭിപ്രായം? നമുക്കറിയത്തില്ല. അറിയത്തില്ല.